മിന്നൽ പ്രളയം ദുരിതം വിതച്ച നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. വ്യോമസേനയുടെ C-130 ജെ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ ദുരിതാശ്വാസ സാമഗ്രികളുമായി ആദ്യ സംഘം ഇന്നലെ അർദ്ധരാത്രിയോടെ നേപ്പാളിലേക്ക് പുറപ്പെട്ടിരുന്നു. അടിയന്തര സഹായത്തിനുള്ള വസ്തുക്കളുമായി വീണ്ടും വിമാനങ്ങൾ നേപ്പാളിലേക്ക് പറക്കുമെന്നും വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലൻ ഷായുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയുടെ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. ദുരന്തത്തിൽ നിരവധി ജീവൻ പൊലിഞ്ഞതിൽ കടുത്ത ദുഃഖവും അനുശോചനവും മോദി രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രയാസകരമായ ഘട്ടത്തിൽ നേപ്പാളിനൊപ്പം ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുമെന്ന് ഉറപ്പു നൽകി. നേപ്പാളിന് ആവശ്യമായ എല്ലാവിധ മാനുഷിക സഹായങ്ങളും എത്തിച്ചു നൽകാൻ ഇന്ത്യ പൂർണ്ണ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. നേപ്പാളിൽ ഭോട്ടേകോശി നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 170 ഉയർന്നിരിക്കുകയാണ്. 800-ലേറെ പേരെ കാണാനില്ല. 105 ഇന്ത്യൻ പൗരന്മാരെ കാണാതായിട്ടുണ്ടെന്ന് വിദേശ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കാണാതായ 800 പേരിൽ 466 പേർ വിനോദസഞ്ചാരികളാണെന്നാണ് നേപ്പാൾ സർക്കാർ അറിയിക്കുന്നത്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പ്രളയത്തിൽ 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡുകളും നിരവധി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നു.